ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ സെപ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെപ്റ്റ്. SPI ഡൽഹി സെപ്റ്റ് എന്ന രീതിയിലാണ് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്, ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന രീതിയിൽ ഫോർ BRക്ക്. മുമ്പ് BV ദോഷി ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ, ആർക്കിടെക്റ്റ് BV ദോഷി. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ പുതിയ ഡയറക്ടറാണ്. എന്നാലും ഒരു കരിക്കുലമൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ BV ദോഷിയുടെ ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു കോളേജാണ് സെപ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സീറ്റ് ഗുജറാത്തി സ്റ്റുഡൻസിന് റിസർവ്ഡ് ആണ്. എലിജിബിലിറ്റി ഫോർ BRക്ക് എന്ന് പറയുന്നത് +2 വിത്ത് സയൻസ് സ്റ്റുഡൻസിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡിപ്ലോമ ഇൻ എനി സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് S1 സബ്ജക്റ്റും നമ്മൾ അനുവദിക്കുന്നതാണ് അവിടെ അഡ്മിഷന്. അതുപോലെ തന്നെ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നാറ്റയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നാറ്റ സ്കോറും അതുപോലെ തന്നെ +1 +2 പെർസെൻറ്റേജിനും വെയിറ്റേജ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിലൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് കിട്ടിയ മരിയ എന്ന് പറഞ്ഞ കുട്ടി സെപ്റ്റിലാണ് ജോയിൻ ചെയ്തത്. വൺ ഓഫ് ദി ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇന്ത്യയിലത്തെ. അപ്പോൾ അവിടുത്തെ സീറ്റ് മെട്രിക്സിനെ പറ്റി പറയുമ്പോൾ നമ്പർ ഓഫ് സീറ്റ്സ് 120 ആണ് പെർ ഇയർ ഉള്ളത്. 40 സീറ്റ്സ് ACPC ആൻഡ് GOG എന്ന് പറയുന്ന ഗുജറാത്തിലെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കീമിന് തുല്യമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഗുജറാത്തിനുണ്ട്. ആ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി 80 സീറ്റ്സ് ഫിൽഡ് ബൈ സെപ്റ്റ് യൂണിവേഴ്സിറ്റി. അതാണ് ഓൾ ഇന്ത്യ കോട്ടയായിട്ട് വരുന്നത്. നമുക്കെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ആ ബാക്കി ഉള്ള 80 സീറ്റ്സിലേക്കാണ്. അപ്പോൾ ടോട്ടൽ 120 സീറ്റ്സാണ് BRക്കിനുള്ളത്. അവിടെ ഉള്ള മറ്റ് പല കോഴ്സുകൾക്കും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോഴും BRക്കിനെ പറ്റി മാത്രമാണ് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് പറയുന്നതുകൊണ്ടാണ് BRക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഓഫർ ചെയ്യുന്ന മറ്റ് കോഴ്സുകൾ ബാച്ചിലർ ഇൻ ആർക്കിടെക്ചർ BR കൂടാതെ ബാച്ചിലേഴ്സ് ഇൻ അർബൻ ഡിസൈൻ, ബാച്ചിലേഴ്സ് ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ്, ബാച്ചിലേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ ടെക്നോളജി. ഇതിൽ ചില കോഴ്സുകൾ പഠിക്കാനായിട്ട് +2 സയൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് BRക്ക് ശ്രദ്ധിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് സെപ്റ്റ് ഈസ് ഫോർ BR. അപ്പോൾ ആ ഒരു രീതിയിൽ സെപ്റ്റിൽ BRക്കിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ BRക്കിൻ്റെ ഇത്തവണത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില ലിങ്കുകളും മറ്റും ഞാൻ ഫൈനൽ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. സെപ്റ്റിനെ പറ്റി പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റിലെ ഫീസ് നമ്മുടെ അവിടെ പ്രൈവറ്റ് പഠിക്കുന്ന ഫീസിനുമായിട്ട് കമ്പയറബിൾ ആണ്. പക്ഷേ സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളൊരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്ലിക്കേഷൻ ത്രൂ സെപ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റാണ് ചെയ്യേണ്ടത്. ലോഗിൻ വിത്ത് എ വാലിഡ് മെയിൽ ID. അപ്ലിക്കേഷൻ ഫീസ് കഴിഞ്ഞ വർഷത്തെ 1500 ആയിരുന്നു. ഇത്തവണത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നോട്ട് ഓപ്പൺ ആണ്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അഡ്മിഷൻ വിൻഡോയുടെ ലിങ്ക് എന്ന് പറയുന്നത് admission.sept.ac.in/sept ഇങ്ങനത്തെ ആ ഒരു സൈറ്റിലാണ് നിങ്ങൾക്ക് കയറി ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ സെപ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന എല്ലാ കുട്ടികളെ സംബന്ധിച്ചിട്ടും ഇതൊരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ JJ കോളേജ് ഓഫ് ആർക്കിടെക്ചർ മഹാരാഷ്ട്രയിലുള്ളത് സർ JJ കോളേജ് BV ദോഷി പഠിച്ച കോളേജാണ്. ആ ഒരു രീതിയിലൊക്കെ പല കുട്ടികളും ആ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ ചില കോളേജസ് ലൈക്ക് SRM, VIT, മണിപ്പാൽ മുതലായിട്ടുള്ള കോളേജസിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്